Hi everyone. Next topic we are going to discuss in this video is creating a thread. നമ്മൾ നേരത്തെ ത്രെഡിൻ്റെ ലൈഫ് സൈക്കിൾ പഠിച്ചു. ദെൻ മൾട്ടി ത്രെഡിങ് എന്താണെന്ന് കണ്ടു. നമ്മൾ അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് ക്ലാസ് ഉണ്ടെന്ന് പഠിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ത്രെഡിനെ എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സിൻടാക്സ് ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Okay, but there are two mechanisms for creating a thread. First is extending the thread class. Extending the thread class. The second one is implementing the runnable interface. ഈ രണ്ട് മെത്തേഡും വെച്ചിട്ടാണ് നമ്മളൊരു ത്രെഡിനെ പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് രീതിയിലും ചെയ്യാം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഓഫ് ക്രിയേറ്റിംഗ് എ ത്രെഡ് ഇൻ ജാവ? ഇതിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം അതിന് മുന്നേ ത്രെഡ് ക്ലാസ് എന്താണെന്ന് നോക്കാം. ത്രെഡ് ക്ലാസ് പ്രൊവൈഡ് കൺസ്ട്രക്ടേഴ്സ് ആൻഡ് മെത്തേഡ്സ് ടു ക്രിയേറ്റ് ആൻഡ് പെർഫോം ഓപ്പറേഷൻസ് ഓൺ എ ത്രെഡ്. ഈ ത്രെഡിൽ ഓരോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ടേഴ്സും മെത്തേഡ്സും ഈ ത്രെഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ജസ്റ്റ് എന്താണ് ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ത്രെഡ് നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ത്രെഡ് എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള മെത്തേഡ്സ് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, the commonly used constructors methods ഉണ്ടെന്ന് പറഞ്ഞു. So commonly used constructors of thread class എന്ന് പറഞ്ഞാൽ ത്രെഡ് തന്നെ without receiving any parameters, the string name ഒരു സ്ട്രിങ് റിസീവ് ചെയ്യുന്നത്, ദെൻ റണ്ണബിളും സ്ട്രിങ്ങും രണ്ടും റിസീവ് ചെയ്യുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഈ രണ്ട് കൺസ്ട്രക്ടേഴ്സാണ്. ഓക്കെ, ത്രെഡ് ഇതുമാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ത്രെഡ് ക്ലാസ് എക്സ്റ്റെൻസ് ഒബ്ജക്റ്റ് ക്ലാസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് റണ്ണബിൾ ഇൻ്റർഫേസ്. അത് നമ്മൾ ഇനി അത് ഇംപ്ലിമെൻറ്റിംഗ് ദ റണ്ണബിൾ ഇൻ്റർഫേസ് എന്നുള്ളത് നമ്മൾ ഇനി പഠിക്കും. അപ്പം മനസ്സിലാക്കുക, ഒരു ഇൻ്റർഫേസ് ആണ് റണ്ണബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ത്രെഡ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യും, വിച്ച് ഇൻ ടേൺ ഇംപ്ലിമെൻറ്റ്സ് ദ റണ്ണബിൾ ഇൻ്റർഫേസ്. ഓക്കെ, ഒരു ക്ലാസ് ആണ് ഒരു ഇൻ്റർഫേസിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ആ ക്ലാസ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വിൽ ബി പ്രൊവൈഡഡ് ഇൻ അനദർ ക്ലാസ്. ഓക്കെ, ഇനി കോമൺലി യൂസ്ഡ് മെത്തേഡ്സ് ഓഫ് ത്രെഡ് ക്ലാസ്. ത്രെഡ് ക്ലാസ്സിൻ്റെ അകത്ത് കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പം നമുക്ക് എല്ലാ മെത്തേഡ്സും പഠിക്കാൻ നിർബന്ധമില്ല, എന്നാലും അതിനകത്തുള്ള ഈ രണ്ട് മെത്തേഡ്സും അറിഞ്ഞിരിക്കുക. ഏതാണ്? റൺ മെത്തേഡും സ്റ്റാർട്ട് മെത്തേഡും. ഓക്കെ, ഈ സ്റ്റാർട്ട് മെത്തേഡും റൺ മെത്തേഡും നമ്മൾ ഓൾറെഡി ആ ലൈഫ് സൈക്കിൾ ഓഫ് ത്രെഡിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ത്രെഡ് ഫസ്റ്റ് സ്റ്റേറ്റ് ന്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലോട്ട് വരും, എന്നിട്ട് സ്റ്റാർട്ട് മെത്തേഡ് ഇൻവോക്ക് ചെയ്തിട്ടാണ് അത് റണ്ണബിൾ സ്റ്റേറ്റിലോട്ട് പോകുന്നത്. ഓക്കെ, റണ്ണിങ് സ്റ്റേറ്റിലോട്ട് പോകണമെങ്കിൽ അത് റൺ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഇൻവോക്ക് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് മെത്തേഡ് വെച്ചിട്ടാണ് അയാൾ റണ്ണബിളിലോട്ട് പോകുന്നത്. റണ്ണിങ്ങിലോട്ട് പോകുന്നത് ഏതാണ്? റൺ മെത്തേഡ് വെച്ചിട്ടാണ്. ഓക്കെ, സോ റൺ എന്ന മെത്തേഡ് ഈസ് യൂസ്ഡ് ടു പെർഫോം ആക്ഷൻ ഫോർ എ ത്രെഡ്. ഒരു ത്രെഡിൽ ഒരു ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൺ മെത്തേഡ് ഇൻവോക്ക് ചെയ്യുന്നത്. അതേപോലെ സ്റ്റാർട്ട് മെത്തേഡ് കൊടുക്കുന്നത് എന്തിനാണ്? സ്റ്റാർട്ട്സ് എക്സിക്യൂഷൻ ഓഫ് എ ത്രെഡ്. ഓക്കെ, അപ്പോൾ JVM കോൾസ് എ റൺ മെത്തേഡ് ഓൺ ദ ത്രെഡ്. ഞാൻ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു there are two mechanisms for creating a thread in Java. First one is by extending the thread class and by implementing the runnable interface. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം, by extending the thread class. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സിൻടാക്സ് നോക്കി വയ്ക്കുക. Create a new class that extends the thread and create an instance of that class. ഒരു പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു ക്ലാസ് ആരെ എക്സ്റ്റെൻഡ് ചെയ്യണം? ത്രെഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ എക്സ്റ്റെൻഡിങ് ക്ലാസ് മസ്റ്റ് ഓവർ റൈറ്റ് ദ റൺ മെത്തേഡ്. ജസ്റ്റ് ഞാൻ ഇങ്ങനെ തിയറി പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. ഒരു പ്രോഗ്രാമിനെ കൂടെ നമുക്കത് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പം ഞാൻ തിയറി പറഞ്ഞു പോവുകയാണ്. ഈ എക്സ്റ്റെൻഡിങ് ക്ലാസ് ഉണ്ടല്ലോ, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ ക്ലാസ് ഉണ്ടല്ലോ, പുതിയൊരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ എക്സ്റ്റെൻഡിങ് ക്ലാസ് എന്താണ്? റൺ മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ റൺ മെത്തേഡിൻ്റെ അകത്ത് നമുക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങളുണ്ട്. റൺ മെത്തേഡിൻ്റെ അകത്ത് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാൾ ഓവർ റൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യേണ്ട എന്താണ്, അതായത് ആ ത്രെഡ് എന്ത് ടാസ്ക്കാണ് പെർഫോം ചെയ്യേണ്ടത് അത് വേണം വി ഷുഡ് റൈറ്റ് വിത്തിൻ ദ
റൺ മെത്തേഡ്. റൺ മെത്തേഡിൻ്റെ അകത്ത് വേറെ കുറേ എന്തോ ഡെഫിനിഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെല്ലാം ഓവർ റൈഡ് ചെയ്യണം. ഓവർ റൈഡ് എന്ന് വെച്ചാൽ നമ്മളുടെ ഡെഫിനിഷൻ ആ റൺ മെത്തേഡിൻ്റെ അകത്ത് കൊടുക്കണം. നമ്മുടെ ഡെഫിനിഷൻ മീൻസ് നമ്മൾ എന്താണോ ആ ത്രെഡ് വെച്ചതിന് ടാസ്ക് പെർഫോം ചെയ്യണം, ആ ടാസ്ക്. ഓക്കെ, ദാറ്റ് ഈസ് എ എൻട്രി പോയിൻറ്റ് ഫോർ ദി ന്യൂ ത്രെഡ്. ഓക്കെ, ഇറ്റ് മസ്റ്റ് ഓൾസോ കോൾ സ്റ്റാർട്ട് മെത്തേഡ്. സ്റ്റാർട്ട് മെത്തേഡ് എന്തിനാണ് കോൾ ചെയ്യുന്നത്? ടു ബിഗിൻ ദ എക്സിക്യൂഷൻ ഓഫ് ദ ന്യൂ ത്രെഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഒരു പുതിയ ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അത് ത്രെഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, എന്നിട്ട് ആ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് എക്സ്റ്റെൻഡിങ് ക്ലാസ് എന്ത് ചെയ്യണം, റൺ മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യുക, എന്നിട്ട് സ്റ്റാർട്ട് മെത്തേഡിനെ കോൾ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഒരു പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ക്ലാസ് എ എന്ന് പറഞ്ഞ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് വിച്ച് എക്സ്റ്റെൻസ് ത്രെഡ്. ആ ക്ലാസ്സിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, റൺ മെത്തേഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര നമ്മൾ ചെയ്തു. അപ്പോൾ ഇത്രയും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് മെത്തേഡിനെ ഇനിഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ റൺ മെത്തേഡിനെ ഞാൻ ഇൻവോക്ക് ചെയ്യാൻ പോകും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് എ റൺ മെത്തേഡ് വിച്ച് ഈസ് ഇനിഷ്യേറ്റഡ് ബൈ ദ സ്റ്റാർട്ട് മെത്തേഡ്. ഇനി ഈ റൺ മെത്തേഡിനെ ഞാൻ ഇൻവോക്ക് ചെയ്യുന്നു. ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ കറസ്പോണ്ടിങ് ത്രെഡ് ക്ലാസ് ഇൻ ദ മെയിൻ മെത്തേഡ് ക്ലാസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് ഞാനിവിടെ എ എന്ന് പറഞ്ഞൊരു ക്ലാസ്, അത് ത്രെഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തു. അതിനകത്ത് ഞാൻ റൺ മെത്തേഡ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യണം, ആ റൺ മെത്തേഡിനെ എനിക്ക് ഇൻവോക്ക് ചെയ്യണം. ഈ റൺ മെത്തേഡ് ഇൻവോക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് എ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ OBJ ഈസ് ഈക്വൽ ടു ന്യൂ എ എന്ന് കൊടുക്കുന്നു. എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം, എന്നാലേ എനിക്ക് എ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ എനിക്ക് ഇൻവോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോറി, റൺ എന്ന് പറഞ്ഞ മെത്തേഡ് ഇൻവോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് ഞാൻ കൊടുക്കേണ്ട OBJ ഡോട്ട് റൺ എന്നല്ല കൊടുക്കേണ്ടത്. എനിക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്തുള്ള മെത്തേഡാണ് റൺ. പക്ഷേ ഞാൻ OBJ ഡോട്ട് റൺ എന്നല്ല കൊടുക്കേണ്ട, എറർ വരും. എനിക്ക് റൺ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യണം. റൺ മെത്തേഡിനെ എനിക്ക് ഇൻവോക്ക് ചെയ്യണമെങ്കിൽ ആര് മതി, സ്റ്റാർട്ട് മെത്തേഡ് മതി. അപ്പം എനിക്കതാണ് OBJ ഡോട്ട് സ്റ്റാർട്ട് എന്ന് കൊടുത്താൽ മതി. നേരെ ഇയാൾ എവിടെ പോവും, OBJ എന്ന് പറഞ്ഞാൽ ആരുടെ ഒബ്ജക്റ്റാണ്, എ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ്. അതിൻ്റെ അകത്താണ് റൺ മെത്തേഡ് ഇരിക്കുന്നത്. സോ OBJ ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ വിൽ ഇൻ ടേൺ invoke the method run. ഓക്കെ, അതാണ് ഈ രണ്ട് സ്റ്റെപ്പും പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ക്ലാസ് മൾട്ടി എക്സ്റ്റെൻസ് ത്രെഡ്. മൾട്ടി എന്ന് പറഞ്ഞൊരു ക്ലാസ്സാണ് വിച്ച് എക്സ്റ്റെൻസ് എ ത്രെഡ് ക്ലാസ്. അതിനകത്ത് ഞാൻ റൺ മെത്തേഡ് കൊടുത്തു, ത്രെഡ് ഇസ് റണ്ണിംഗ് എന്ന് കൊടുത്തു. ഇനി വോയിഡ് മെയിൻ്റെ അകത്ത് ഈ ഒരു ക്ലാസ്സിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് ഇസ് T1 എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് T1 ഡോട്ട് സ്റ്റാർട്ടിനെ വിളിച്ചു. T1 ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ വിച്ച് ഇൻ ടേൺ ഇൻവോക്ക് ആര്, റൺ മെത്തേഡ്. ഓക്കെ, കാരണം T1 ഡോട്ട് റൺ എന്നല്ല ഞാൻ വിളിച്ചത്, എന്താണ് T1 ഡോട്ട് സ്റ്റാർട്ട് എന്ന് വിളിച്ചാൽ മതി, വിച്ച് ഇൻ ടേൺ ഇൻവോക്ക് ദ മെത്തേഡ് റൺ. ഓക്കെ, അപ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്യും, ത്രെഡ് ഇസ് റൺ എന്ന് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു ത്രെഡ് ക്ലാസ് ബൈ എക്സ്റ്റെൻഡിങ് ദ ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബൈ എക്സ്റ്റെൻഡിങ് ദ ത്രെഡ് ത്രെഡ് ക്ലാസ് വെച്ചിട്ട് ഒരു ജാവ ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ റണ്ണിൻ്റെ അകത്ത് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ആ ഒരു ത്രെഡ് കൊണ്ട്, മൾട്ടി എന്ന് പറഞ്ഞാൽ ആ ത്രെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് എന്ത് ടാസ്ക്കാണ് പെർഫോം ചെയ്യുന്നത്, അതാണ് നമ്മൾ ഏതിൻ്റെ അകത്ത് കൊടുക്കുന്നത്, റൺ മെത്തേഡിൻ്റെ അകത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ റൺ മെത്തേഡിനെ എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ, റൺ മെത്തേഡിനെ എനിക്ക് ഇൻവോക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ആരെ വിളിച്ചാൽ, ഏത് മെത്തേഡിനെ വിളിച്ചാൽ മതി, സ്റ്റാർട്ട് എന്ന് പറഞ്ഞ മെത്തേഡിനെ വിളിച്ചാൽ മതി, വിച്ച് ഇൻ ടേൺ ഇൻവോക്ക് ദ റൺ മെത്തേഡ്. ഓക്കെ, ഇതാണ് ജാവ ത്രെഡ് എക്സാമ്പിൾ ബൈ എക്സ്റ്റെൻഡിങ് ത്രെഡ് ക്ലാസ്. ദെൻ സെക്കൻഡ് മെത്തേഡ് ഈസ് ബൈ ഇംപ്ലിമെൻറ്റിംഗ് ദ റണ്ണബിൾ ഇൻ്റർഫേസ്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് ഈസ് ബൈ ഇംപ്ലിമെൻറ്റിംഗ് ദ റണ്ണബിൾ ഇൻ്റർഫേസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, മറ്റ് കേസിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം വിച്ച് എക്സ്റ്റെൻഡ് ദ ത്രെഡ് ക്ലാസ്. പിന്നെ ആ ക്ലാസ്സിൻ്റെ അകത്ത് റൺ മെത്തേഡ് എഴുതുക. ദെൻ വോയിഡ് മെയിൻ്റെ അകത്ത് ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ആരെ വിളിക്കണം, സ്റ്റാർട്ട് എന്ന് പറഞ്ഞ മെത്തേഡിനെ വിളിക്കണം. അപ്പോൾ വിച്ച് ഇൻ ടേൺ വിൽ ഇൻവോക്ക് വിച്ച് മെത്തേഡ്, റൺ മെത്തേഡ്.
ഓക്കെ, ഇനി ഇംപ്ലിമെൻറ്റിംഗ് ദ റണ്ണബിൾ ഇൻ്റർഫേസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് എ ക്ലാസ് ദാറ്റ് ഇംപ്ലിമെൻറ്റ്സ് എ റണ്ണബിൾ ഇൻ്റർഫേസ്. അപ്പോൾ അത് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. Then override the run method in the runnable class. Then need to pass the runnable object as parameter to the constructor of the thread class object while creating it. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയുന്നത്. ജാവ ത്രെഡ് എക്സാമ്പിൾ ബൈ ഇംപ്ലിമെൻറ്റിംഗ് റണ്ണബിൾ ഇൻ്റർഫേസ് ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക വിച്ച് ഇംപ്ലിമെൻറ്റ്സ് ദ റണ്ണബിൾ എന്ന് പറയുന്ന ക്ലാസ്സിനെ റണ്ണബിൾ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസാണ്, അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് ആ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ റൺ മെത്തേഡ് കൊടുക്കുക. റൺ മെത്തേഡിൻ്റെ അകത്ത് ഇവിടെ തന്നെ ആ ത്രെഡ് എന്ത് ടാസ്ക്കാണ് പെർഫോം ചെയ്യേണ്ടത് അത് നമ്മൾ റൺ മെത്തേഡിൻ്റെ അകത്ത് കൊടുക്കുക. ഓക്കെ, ഇനി വോയിഡ് മെയിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ത്രെഡ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഏത് ക്ലാസ്സാണോ റണ്ണബിളിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ദാറ്റ് ഇസ് M1. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ത്രെഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ ഈ ഒരു ഇംപ്ലിമെൻറ്റിംഗ് ദ റണ്ണബിൾ ഇൻ്റർഫേസിൻ്റെ കേസിൽ 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് വിച്ച് ഇംപ്ലിമെൻറ്റ്സ് റണ്ണബിൾ ഇൻ്റർഫേസ്, ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ത്രെഡിൻ്റെ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ത്രെഡിൻ്റെ ഇതിൽ നമ്മൾ ഏത് ഒബ്ജക്റ്റിനെ പാസ് ചെയ്യണം, മറ്റേ ഒബ്ജക്റ്റിന്, അതായത് ആ ഏത് ക്ലാസ്സാണോ ആ ഇൻ്റർഫേസിനെ റണ്ണബിൾ ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആ ക്ലാസ്സിന് ഒബ്ജക്റ്റ് പാസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. നമ്മൾ അവിടെ നോർമലി എന്താ ചെയ്യുന്നത്, ഏത് ക്ലാസ്സാണോ ത്രെഡ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് മെത്തേഡ് ഇൻവോക്ക് ചെയ്യണം, വിച്ച് ഇൻ ടേൺ ഇൻവോക്ക് ദ റൺ മെത്തേഡ്. പക്ഷെ ഇവിടെ ചെയ്യേണ്ടത് ത്രെഡ് ക്ലാസ്, ഇവിടെ ചെയ്യേണ്ട 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഏത് ക്ലാസ്സാണോ റണ്ണബിൾ ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ത്രെഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒബ്ജക്റ്റിൽ കൂടെ ആരെ പാസ് ചെയ്യണം, ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ പാസ് ചെയ്യുക. അപ്പോൾ ഈ 2 സ്റ്റെപ്സാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ത്രെഡിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ ഒബ്ജക്റ്റ് ഡോട്ട് സ്റ്റാർട്ട് വിളിക്കുമ്പോൾ ഇയാൾ ആരെ ഇൻറ്റേൺ കോൾ ചെയ്യും, റൺ എന്ന് പറഞ്ഞൊരു മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യും. അപ്പോൾ ത്രെഡ് ഈസ് റണ്ണിങ് എന്ന് വരും. ഓക്കെ, മനസ്സിലാക്കുക. ഇവിടെ 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അവിടെ നമുക്ക് ഒരു ഒബ്ജക്റ്റ്, ഏത് ക്ലാസ്സാണോ ത്രെഡിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ ഈ കേസിൽ എന്താണ്, ഒരു ത്രെഡിൻ്റെ ക്ലാസ്സും ക്രിയേറ്റ് ചെയ്യുക, ത്രെഡ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഏത് ക്ലാസ്സാണോ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യണം, ഇയാളെ കൂടെ പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ these are the 2 mechanisms for creating a thread in Java. Okay.